കാസർഗോഡ് അമ്പലത്തറ സ്വദേശിനിയുടെ മരണത്തിൽ കേസ് പിൻവലിക്കാൻ 25 ലക്ഷം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് കുടുംബം. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തോടാണ് കുടുംബം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേസിൽ 15 വർഷത്തിനു ശേഷമാണ് പ്രതി ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, അവിടെയുള്ള ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ് ഈ പണം വാഗ്ദാനം ചെയ്തതെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇത്രയധികം കാലതാമസം ഒരു ഭാഗത്ത് കേസിലുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ കേസ് തേച്ചുമായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളും ഉണ്ടായി എന്ന പരാതിയാണ് കുടുംബത്തിനുള്ളത്. പ്രധാനമായും കേസ് അന്വേഷിച്ച പോലീസിന്റെ ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച ബേക്കൽ പോലീസിനും അമ്പലത്തറ പോലീസിനും പിന്നീട് ബേക്കൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനും കേസ് അന്വേഷിക്കുന്നത് വലിയ പോരായ്മകൾ സംഭവിച്ചിരുന്നു എന്നത് ഹൈക്കോടതി പോലും ചൂണ്ടിക്കാണിച്ചതാണ്. എന്തായി കേസിന്റെ അന്വേഷണം എന്ന് ഹൈക്കോടതി നേരിട്ട് ആരായുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് അന്വേഷണം പോയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കേസ് അന്വേഷണത്തിനെ പോലും മന്ദഗതിയിലാക്കാൻ ഒരു പാണത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വ്യവസായിയുടെ ഇടപെടലുണ്ടായി എന്നുള്ള ഒരു വാദമാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. അതുമാത്രമല്ല, ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ 25 ലക്ഷം രൂപ 2019 തന്നെ കേസിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബത്തിനുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു എന്നുള്ള ഒരു ഏറെ ഗൗരവതരമായ ഒരു കാര്യം കൂടിയാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. എന്തായാലും കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാം എന്നുള്ള സാധ്യത കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോഴും രേഷ്മ ആത്മഹത്യ ചെയ്തതാണോ അതോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായുണ്ട്. തീർച്ചയായും ഇപ്പോഴും ബിജു പൗലോസ് പ്രതി പിടിയിലായതിനു ശേഷം പറഞ്ഞത് പറയുന്ന ഈ യുവതിയെ അത് കുളത്തിലേക്ക് തള്ളിയിട്ടു എന്ന് മാത്രമാണ്. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, എങ്ങനെയാണ് അക്കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു സ്ഥിരീകരണം ആയിട്ടില്ല.